സോപ്പും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ചാടി കളിച്ചടാ. ആണോ? അയ്യവാ, ഇത്രക്കും ചളിയൊക്കെ ഇതിൽ ഉണ്ടായില്ലേ? ഓ, ഇതിന്റെ മുകളിലത്തെ അവസ്ഥ എന്താ ഞങ്ങക്ക് കാണിച്ചു തരാം. ഇത് എന്താ കായ്സ് ഇതൊക്കെ? ആ ഒരു കൗക്കോല് നിക്കണ നോക്ക്. എന്താ മട്ടണ്, കൗക്കോലൊന്നും ഇല്ല കായ്സ്, ഒക്കെ പൊയ്ക്കണ് ഇതിൻ്റെത്. ഇതൊക്കെ കണ്ടാൽ ഞങ്ങൾക്ക് തോന്നും ഞങ്ങള് മരമില്ലിലാണ് നിക്കണേന്ന്. പക്ഷേങ്കിൽ അതല്ല കായ്സ്, ഇത് ഞങ്ങളെ പെരയാണ്. പെരന്റെ ഇതൊക്കെ എന്താ പറയുക, കൗക്കോലിന്റെ ഓരോ കണ്ടങ്ങൾ പൊളിഞ്ഞാടിയാണ് കേട്ടോ. ഇതൊക്കെയാണ് ഗൈസ് നമ്മളെ കൗക്കോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മളെ പുതിയൊരു വ്ളോഗ് സ്വാഗതം ഗൈസ്. 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നോമ്പാണ് തുടങ്ങണത്. 2 ദിവസം ഒന്നും പറയാനില്ല ഗൈസ്. കഴിഞ്ഞ പ്രാവശ്യം തന്നെ നമുക്ക് നോമ്പുമണി എടുക്കാൻ വേണ്ടി പറ്റില്ല. കാരണം നോമ്പുമണി എടുക്കാൻ നമ്മൾ വിചാരിച്ച് നിൽക്കുന്നതിന്റെ തലേ ദിവസമാണ് ഉമ്മാന്റെ കാലിലെ ലിഗ്മെന്റ് പോയത്. അതായത് ഉമ്മ അവിടെ കൊഴിഞ്ഞായിട്ട് കാലിന്റെ ലിഗ്മെന്റ് പോയത്. അത് സർജറി ചെയ്യാതെ ക്ലിയർ ആവൂല, അത് വേറെ കാര്യം. അപ്പൊ ഇപ്രാവശ്യത്തെ നോമ്പിനേല് നമുക്ക് പണിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഓരോരോ തിരക്കിലായിട്ട് നമ്മളും വിട്ടുപോയി. ഇപ്പോഴാണ് നമുക്കൊന്ന് കൂടിയത് അല്ലേ? കുറെ കാലമായി വിചാരിച്ചിട്ടല്ലേ? അപ്പൊ ഇന്ന് എന്തായാലും നമ്മള് നല്ല അടിപൊളിയായിട്ട് പണിയെടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടാണ്. ഞങ്ങൾ 4 ആൾക്കാരും കളത്തേക്ക് ഇറങ്ങിയിട്ട് ചെയ്യാണ്. ഇതിപ്പോ എന്താ ചെയ്യേണ്ടി പറഞ്ഞാൽ വെയിൽക്കൊണ്ടിരിക്കും. സിമ്മൊക്കെ സ്റ്റൂൾ എടുത്ത് വരുന്നുണ്ട്. പിന്നെ ഗൈസ് ഇന്ന് രാവിലെ തന്നെ തേങ്ങ എന്ന കാക്ക വന്നിന്. ഇന്നാള് തന്നെ കാക്ക വന്നിന് നമ്മളവിടുത്തെ ചെറിയ കാക്ക ഗൈസ്. അപ്പൊ ഗൈസ് ഇതാണ് തേങ്ങ കിട്ടിക്കണ് ഇപ്പൊ. പിന്നെ അതേപോലെ തന്നെ 2 മട്ടലും വെട്ടിക്കണ്. അതെന്തിനാ വെച്ച് കഴിഞ്ഞാല് ഇമ്മമാക്ക് ചൂലുണ്ടാക്കാൻ വേണ്ടിട്ട് മട്ടല് വെട്ടിയ അല്ലേ അമ്മ? അത് ഗൈസ് ഉണങ്ങാനിടുകയാണ്. അതായത് നമ്മൾ ഈ പെരീത്തെ പണിയൊക്കെ കഴിയുമ്പത്തിന് ഈ സാധനമൊക്കെ ഒന്ന് ഉണങ്ങിക്കോളും. എന്താ നമുക്ക് കേൾക്കാൻ പറ്റാത്ത സാധനമാണല്ലോ. അതിൽ ആ പുതപ്പൊക്കെ നമ്മൾ നാളെ കൊണ്ടുപോയി കേൾക്കും. കാരണം ഇന്ന് നമ്മളെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാധനങ്ങൾ മൊത്തം പെരിന്ന് വലിച്ചിട്ടിട്ട് പെരന്റെ ഉള്ളു ഫുള്ള് നമ്മൾ ക്ലീൻ ആക്കും. കെയ്കലും മറ്റും മറിച്ചൊക്കെ പരിപാടി നാളെ നമുക്ക് പോകാനാണ് നമ്മളെ പ്ലാൻ ഉള്ളത്. അങ്ങനെ നമ്മളാണ് കെയ്കാണ്. ഇവിടുത്തെ പാത്രം പിന്നെ ഡ്രസ്സ് തുണിയാള് ആക്കാണ് കെയ്കാണ് അല്ലേ? അപ്പൊ കുഴപ്പമില്ല. ഇനിയൊന്നും വെയിലത്തൊന്നും ഇട്ടാണ്ട് ആക്കിയാൽ മതിയല്ലേ? വരുമ്പ അവിടെ കെട്ടലും കഴിച്ചാലൊക്കെ പിന്നെ നമുക്ക് തീരെ ടൈമില്ല ഗൈസ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മളോട് പറഞ്ഞു മറ്റന്നാളാണ് നോമ്പ്. എനിക്ക് തോന്നുന്നില്ല ഗൈസ്, ഒക്കെപ്പാടെല്ലാം കഴിയുമെന്ന് നമുക്ക് തോന്നുന്നില്ല. കാരണം ഇഷ്ടം പോലെ പണിയുണ്ട്. കാരണം എന്താ അറിയോ, നമ്മൾ ആഴ്ചയിൽ നമ്മളെ പെരീത്തെ ഓരോ കാര്യങ്ങൾ അതായത് മാറാനൊക്കെ തട്ടാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷേങ്കിൽ നമ്മളെ പെരാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരാഴ്ച ഗൈസ് തട്ടി കഴിഞ്ഞാൽ തന്നെ ഉണ്ടല്ലോ നമ്മളെ പെരയിൽ മാറാൻ നല്ലോണം പിടിക്കുകയാണ്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. എത്ര ക്ലീൻ ആക്കിയിട്ടും കാര്യമില്ല ഗൈസ്. കാരണം അതിപ്പോ ഈ ഒരു വാർപ്പും പേരൊക്കെ ഉള്ള ആൾക്കാർക്ക് ചിലപ്പോൾ പറഞ്ഞാൽ മനസ്സിലായിക്കോണമെന്നില്ല ഗൈസ്. നമ്മളെപ്പോലത്തെ ഈ ഓടും പേരൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ മാറാൻ എത്രമാത്രം നമ്മളെ പെരയിൽ പിടിക്കണുണ്ട് എന്ന്. അത് ഇന്റെ റൂമിന്റെ അവസ്ഥ കണ്ടോളി. അത് കഴിഞ്ഞ പ്രാവശ്യം ക്ലീൻ ആക്കിയതാ. ഇതിന്റെ ഒക്കെ ഒരു അവസ്ഥ കണ്ടില്ലേ? നമുക്ക് തന്നെ ഒരു മടുപ്പ് വരും ഗൈസ്. എത്ര എഴുതിയിട്ട് നമ്മൾ ഈ ക്ലീൻ ആക്കണത്. പിന്നെ പറഞ്ഞു കഴിഞ്ഞാല് മണ്ണ് ഇതൊക്കെ ഇങ്ങനെ നമ്മൾ എവിടെയെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ ഈ ഇവിടുന്നൊക്കെ ഇങ്ങനെ ഞങ്ങൾക്ക് ഇതിവിടെ കൈ കൊണ്ട് ഇങ്ങനെ പോയാൽ മതി ഗൈസ്. കണ്ടോ, ഒരു മണ്ണ് ആകെ പൊളിഞ്ഞാടും. കണ്ടില്ലേ? ഇപ്പൊ കുഞ്ഞാടിയ മണ്ണാണിത്. മണ്ണ് ആകെ പൊളിഞ്ഞാടും. അപ്പൊ നമുക്ക് തന്നെ ഒരു ചടപ്പ് വരും. അപ്പൊ ഗൈസ് നല്ലൊരു പണി ഉണ്ട് ഇന്ന് ഇവിടെ. അത് ഫുള്ളൊന്ന് ക്ലീൻ ആക്കണം. എടാ ഈ ടേബിൾ പുറത്ത് വെക്കട്ടെ. ടേബിളൊക്കെ പിന്നെ ആദ്യം ഇതിന്റെ ഉള്ളിലുള്ള സാധനങ്ങള് അതായത് ഇമ്മ പറഞ്ഞ എങ്ങനെയാണ് അത് എങ്ങനെയാണ് ഓരോരുത്തരുടെ റൂമത്തെ സാധനങ്ങൾ എന്തോ പറഞ്ഞു. റൂം ഒരു ബെഡ്ഷീറ്റ് വിരിച്ച ആ ബെഡ്ഷീറ്റ് അന്റെ ഇതെല്ലാം പൊറക്കേക്കാണ് വെക്കുക. അതായത് ഓരോരുത്തർ ബെഡ്ഷീറ്റ് ഇത് വേണമെങ്കിലേ ഇതാ അതെടുത്തോ. എന്നിട്ട് ഈ കൊലയമത്തെ സാധനങ്ങൾ ഫുള്ള് അതിൽ പൊതിഞ്ഞ് കെട്ടി വെക്കുക. ആ പിന്നെ അതേപോലെ തന്നെ ഗൈസ് ഇന്റെ പുതപ്പില് ഇതിനുള്ളത്തെ സാധനങ്ങൾ ഫുള്ള് പൊതിഞ്ഞ് കെട്ടി വെക്കുക. എന്നിട്ട് ഗൈസ് ഇതൊക്കെ കൊണ്ട് നമ്മൾ നാളെ പോയി അല്ല ഇതൊന്നും കൊണ്ട് ഗൈസ് പോയി കൊണ്ടുപോകാൻ പറ്റൂല. തിരുമ്പാനുള്ള സാധനങ്ങൾ മാത്രമേ നമ്മൾ നാളെ കൊണ്ടുപോയിട്ട് പോയി കൊണ്ടുപോകണം. തിരുമ്പാൻ എന്തൊക്കെയുള്ളത് വെച്ച് കഴിഞ്ഞാല് എന്തൊക്കെയാടാ ഇഷ്ടംപോലെ ഉണ്ട്. പുതപ്പ്, ക്ലോത്ത്, എന്തൊക്കെ സാധനങ്ങളുണ്ട് ഇവിടെ. എല്ലാ തുണിന്റെ എല്ലാ സാധനങ്ങളും കൊണ്ടോണം. ഈ കർട്ടനൊക്കെ ഊരി കൊണ്ടോണ്ട്. ആ ഗൈസ് ഈ കർട്ടനൊക്കെ വേണം. ഇതൊന്നും ഇട്ടിട്ട് ഇതുവരെ തിരുമ്പിയിട്ടില്ല. അങ്ങനെ കുറെ പരിപാടികളുണ്ട്. അമ്മ ഇങ്ങനെ കാട്ടാൻ ഉദ്ദേശിക്കണേ. അതായത് ഒരു ബെഡ്ഷീറ്റ് താഴെ ഇങ്ങനെ വിരിച്ചാ അതായത് സാധനങ്ങൾ മൊത്തം ഇതിക്കാക്കും. എന്നിട്ട് ഈ ബെഡ്ഷീറ്റ് ഇങ്ങനെ കൂട്ടി മടക്കിയാണ് കൊണ്ടുപോകും. അതാകുമ്പോ സുഖമാണല്ലോ അല്ലേ? പിന്നെ ആവശ്യം അതൊക്കെ എടുക്കും. മോണ്ടന്റെ റൂമത്ത് എടുക്കല് തുടങ്ങി. ഇതൊക്കെ ഇന്റെ സാധനങ്ങളാണ്. ഇതൊക്കെ നമ്മളൊരു ബെഡ്ഷീറ്റിലാക്കിയിട്ട് പൊതിഞ്ഞ് കെട്ടിയിട്ട് പുറത്തേക്ക് കൊണ്ടുപോയി വെക്കുകയാണ്. എന്നിട്ട് കഴിച്ച് ഇതിനുള്ളിലത്തെ മാറാലിയും ചപ്പും ചവറും എല്ലാം നമ്മൾ അടിച്ച് പുറത്തേക്ക് ആക്കണേ കാര്യം. അതെ അത് വെച്ച് അതൊന്ന് തീർക്കട്ടെ. ആ തുണികളൊക്കെ മാറ്റിക്കളടാ. ആക്ക് തിരുമ്പാളല്ലേ? നാളെ പോയി തിരുമ്പണ്ടേ?
അപ്പൊ ഗൈസ് നാളെ നമുക്ക് പോയി പോക്കാണ് പരിപാടി. അത് നമ്മൾ എങ്ങനെ പോവാൻ വിചാരിക്കണ വെച്ച് കഴിഞ്ഞാല് നമ്മൾ അടുത്ത വ്ലോഗ് വരുമ്പോ നിങ്ങൾ തന്നെ ഗൈസ് കണ്ടോളി, കണ്ട് മനസ്സിലാക്കി താഴെ. ഗൈസ് ഇവരാണ് ഗൈസ് നമ്മുടെ കരിക്കുട്ടൻ, കരിമാക്കാൻ. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഗൈസ് അല്ലേ, കരിമാക്കാൻ കരിമ്പുലിയാണ് ഗൈസ് ഞങ്ങളെ. ഇവനെ ഗൈസ് ഇരുട്ടത്തി നമുക്ക് കാണൂല. അതാണ് ഞാൻ കരുതും നമ്മളെ നേലാണ് സെപ്പറേറ്റ് ആക്കി വെച്ചാ ഈ ഡ്രസ്സുകളൊക്കെ എടുക്കാണ്ട്. എന്നാ ഞാനും കൂടി ഒരു ഭാഗത്തുനിന്ന് തുടങ്ങട്ടെ, അതാകുമ്പോ പെട്ടെന്ന് തീർക്കും. ഞാൻ എനിക്ക് അറിയുന്നത് ഇന്റെ ഒന്നുമില്ല ഇതാക്കണം. ഇവിടെ ചെയ്യണ ഹെൽമെറ്റും സാധനങ്ങളുള്ളൂ, അത് ഇതിക്ക് ആക്കിയാണ്ട് പുറത്ത് കൊണ്ടുപോയി വെക്കാം, അതന്നെ ഉള്ളൂ. പിന്നെ മര റൂമാണ്, മര റൂമത്തെ ഇമ്മാക്കണ് ഇറക്കി വെച്ച് തുടങ്ങിയിരിക്കണ് ഡ്രസ്സുകളും കാര്യങ്ങളും. ഇനി ഇതൊക്കെ തന്നെ ഉള്ളൂ, ഖുറാനും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ളൂ. അതും കൂടി ഒന്ന് ലെവലാക്കണം. പിന്നെ ഉള്ളത് ഇതാക്കണ ഈ റാക്കിന്റെ മുകളിലെ സാധനങ്ങളുണ്ട്, അതൊക്കെ പുറത്തേക്ക് വെച്ചിട്ട് നല്ലോണം തട്ടി കൊട്ടണം, അങ്ങനത്തെ പണിയാണുള്ളത്. അപ്പൊ നമുക്ക് ഓരോന്നിങ്ങനെ എടുക്കാം. അടുക്കളയിലത്തെ സാധനങ്ങൾ പുറത്തേക്കുള്ളതാണ് കുറച്ച് പരിപാടി. കാരണം അടുക്കളയിൽ നമ്മള് കുറെ വർഷങ്ങളായിട്ട് അതിന്റെ മുകളിൽ തൊടാത്ത സാധനങ്ങളുണ്ട്. ഇല്ല, നാള് ഏറ്റവും ക്ലീൻ ആക്കണം. അമ്മായി വന്നപ്പോ ക്ലീൻ ആക്കിനി. മോൾ ഭാഗത്ത് കുറെ വേസ്റ്റ് കളഞ്ഞു, എന്നാലും ഉണ്ടാവും. ഉമ്മമാരുടെ റാക്ക് പിന്നെ അതേ മേക്ക് തന്നെ. അപ്പൊ അതൊക്കെ നമുക്ക് ഇങ്ങനെ തുടങ്ങാം. എന്നാ നമുക്ക് ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ തുടങ്ങല്ലേ. ഓക്കെ ഗൈസ്, ഞങ്ങൾ എന്നാ പണി തുടങ്ങട്ടെ. എല്ലാവരുടെ റൂമിലും ഇതാക്കണേ ഇതേപോലെ കെട്ടാക്കി വെച്ചിട്ടുണ്ടോ, അതായത് ഇങ്ങനെ ഇതിലാക്കിയാണ്ട് വെച്ചിക്കണ്. എന്താടാ ബില്ലും കാര്യങ്ങളൊക്കെ കുറെ ബില്ലിന്റെ അത് നോക്കിട്ട് വെക്കാം. അപ്പൊ പുറത്തേക്ക് വെച്ചാൽ എന്തായാലും പുറത്തേക്ക് അങ്ങനെ ഇതാക്കാം. ഈ സാധനങ്ങളൊക്കെ നമുക്ക് പുറത്ത് കൊണ്ടുപോയിക്കാനുള്ളത് നമ്മളവിടെ ഷീറ്റ് വിരിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മൾ ഓരോ സാധനങ്ങള് വേണം എന്റെ റൂമിൽ പോവാ. ആദ്യം ഇതെല്ലാരും ഇവിടെ പിടിച്ചണം. റൂമത്തെ എല്ലാം ഒഴിവാക്കിട്ടോ. ഞാൻ കട്ടണൊക്കെ ഒരുക്കണില്ല, അവിടെ ചെന്നാലും പിടിച്ചോ, ഒരു തല പിടിച്ചോളി പൊട്ടാൻ നോക്കിട്ടോ. ഇതില് നല്ല പൊട്ടണ സാധനങ്ങളുണ്ട്. അതായത് ഇവിടെ ഫ്രെയിമും കാര്യങ്ങളൊക്കെ. ഫ്രെയിം മൊത്തം വെച്ചോ? ഇല്ല, കൂട്ടി പിടിച്ചാൽ മതി. അതാണ് പൊട്ടാൻ നോക്കാൻ പറഞ്ഞത്. ഫ്രെയിം മിക്കവാറും ഇതാവാൻ ചാൻസ് ഉണ്ട്. മെല്ലെ പിടിച്ചോ, അടിയൊന്നും തട്ടാതെ കോണൊന്നും തട്ടാതെ നോക്കണേ. നോക്കി ഇറങ്ങേ. ഇങ്ങനെ തന്നെ നോട്ടെ, കെട്ടിയേക്കാം. ഇനി മമ്മയുടെ റൂമിലുണ്ട്. മമ്മയുടെ റൂമിൽ ആ കുറച്ചോളൂ. അതിന്റെ ഇവിടുത്തെ ഹെൽമെറ്റും മറ്റേതൊക്കെ ബാഗും ഹെൽമെറ്റും. ചോറില്ല, കഞ്ഞിയാണ്. അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹോട്ടലിൽ നിന്ന് കൊണ്ടുവരാം. ഉച്ചക്ക് ചോറ് ഹോട്ടലിനോ എല്ലാരും ഇപ്പൊ ഒരു കഞ്ഞി കുടിച്ചാ കഞ്ഞി കിട്ടാൻ പണിയൊന്നുമില്ലേ. കഞ്ഞി സമ്മതി, തേങ്ങ സമ്മതി എന്തു കാട്ടാ. കഞ്ഞി കരിക്ക് വെള്ളത്തിലുണ്ട്. എന്നാ പിന്നെ കുഴപ്പമില്ല. എന്നാ കഞ്ഞിയാക്കാം. നമ്മള് പുറത്തുനിന്ന് അങ്ങനെ വിചാരിച്ചിനെ കഞ്ഞി ഉണ്ടാക്കി പറഞ്ഞപ്പോ എന്നാ പിന്നെ അങ്ങനെ ആക്കല്ലേ. ഓക്കെ, കഞ്ഞി ഇതായിക്കോളി മാമ. ആയിക്കോട്ടെ നോക്കിക്കോളി. 40 ഇതൊക്കെ കെട്ടാക്കി വെച്ചിട്ടില്ലേ. അലമാരൊന്നും നമുക്ക് തൊടാൻ വയ്ക്കൂല, കാരണം പൊളിഞ്ഞ് ഇങ്ങോട്ട് പോരും. ഇജ് ഒന്ന് തുറന്ന് കാട്ടി കൊടുത്താ അത് തുറക്കൊന്നും വേണ്ട, എല്ലാ മല്ലിക്കെട്ടണ. പിന്നെ അത് കണ്ടില്ലേ സാധനങ്ങളൊക്കെ. അതാ മെയിൻ ആയിട്ടുള്ള ഇതാണ്. ഇത് ഇപ്രാവശ്യം കഴിച്ച് ഒഴിവാക്കിയില്ലേണ്ടല്ലോ, ഇത് നമ്മളെ തൈകളെ പൊളിഞ്ഞാണ്. കാരണം ഇത് തൂങ്ങി ഇപ്പൊ ഇവിടെ എത്തിക്കണേ. ഇത് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കണം, അല്ലെങ്കിൽ പണി കിട്ടും. ഓട് പൊളിഞ്ഞാടോടാ, മാറ്റി കഴിഞ്ഞാൽ ഓട് പൊളിഞ്ഞാടോ. ഇതതിന്റെ ഡേഞ്ചർ ആയിക്കാരം. ഇതിന്റെ മുകളിൽ എന്തൊക്കെ ഉണ്ടെന്ന് പഠിച്ച തമ്പൂരാനെ അറിയാം. ഇത് നമുക്ക് പൊളിച്ചപ്പോ മനസ്സിലാവാം. നമുക്ക് അതേപോലെ കെട്ട ബേക്കോ നോക്കി നോക്കാം. അർത്ഥം എടുക്കണത് ആ തലേന്ന് ഇതോ കഴിച്ചുമ്പോ കാണാൻ ഓട് തൂങ്ങി നിക്കണ. എന്തൊക്കെ ഉണ്ട് കഴിച്ച് നമുക്ക് അറിയില്ല കേട്ടോ. ഒരു കാര്യം ചെയ്താലോ, നമുക്ക് തൂങ്ങിക്കണ ഓടുകളൊക്കെ ഇറക്കാം. പാശുണ്ടല്ലോ മുകളില് തലി കൂടെ തല പൊളിച്ചതൊക്കെ നല്ലതാണ്. തൂങ്ങിക്കണ ഓടുകൾ എങ്ങനെ കേറോ? നമുക്ക് കേറാൻ പറ്റൂലല്ലോ. ഇവിടെ ഉള്ളിൽ നിന്ന് പോകും. ഓരോ റൂമത്തെ സാധനങ്ങൾ നമുക്ക് ഒഴിവാക്കിയിട്ട് പിന്നെ നമുക്ക് മല്ലി കെട്ടാം. പിന്നെ നമ്മ കഞ്ഞി ഉണ്ടാക്കുന്ന പരിപാടി നടന്നോട്ടെ. ഏറ്റവും കൂടുതൽ സാധനങ്ങൾ ഉമ്മാന്റെ റൂമിലാണല്ലേ. അവിടെ എങ്ങനെ എനിക്കായിട്ടൊരു സമ്മതലും ഇല്ല. നിങ്ങളുടെ ഒക്കെ ഇതിന്റെ മേലെ കൊണ്ടുവന്നത്. പിന്നെപ്പോ ഞാനെന്താ വലിയ റൂം ഇതാണ്. അത് ഊര നട്ടണ്ട അങ്ങനെ പിടിച്ചിട്ട് കാലിനറ്റ വെയ്ക്കൂല്ല. എന്നാലോ ബെഡ് നമുക്ക് പൊക്കണം. നമ്മളെപ്പോഴും പണി എടുത്തോണ്ടിരിക്കണം. അതെ, ആക്റ്റീവ് ആയിട്ട് ഇരിക്കണം. കത്തിച്ചോളി. മമ്മ അവിടെ ഇതാക്കണേ. ഓരോന്ന് ഇതാക്കുമ്പോ പറഞ്ഞിട്ടാ പണിയെടുത്തണേ. എടാ ഈ മോളത്തെ നമുക്ക് ആദ്യം പുറത്തേക്ക് വെച്ചാലോ. മോള് ഇഷ്ടംപോലെ സാധനങ്ങളാണ്, അത് മൊത്തം വലിച്ചു പുറത്തേക്ക് വെക്കണം. അതാക്കിയിട്ട് നല്ല. 2 അതിഥികൾ കടന്നു വരുന്നുണ്ട് ഗൈസ്.
ആളിയൊക്കെ ചെറിയപ്പം ഷംനി അൽഹംദുലില്ലാ നമ്മളെ സഹായിക്കാൻ വരികയായിരിക്കും അറിയാതെ വരികയാണെ പണി കൊടുക്കാൻ പോയി. രണ്ടാൾക്കാരെ കഴിച്ച് നമുക്ക് പണിക്ക് കിട്ടി അങ്ങനെ. കമോൺ കമോൺ കടന്നു വരൂ. ഇതെങ്ങനെ കഴിച്ച് എങ്ങനെ കഴിച്ചു വിചാരിച്ച് കുത്തിരിക്കാണി. കറക്റ്റ് ടൈമിലാണ് എൻട്രി. നല്ല കോസ്റ്റ്യൂമാണല്ലേ. എപ്പോഴും നിങ്ങള് ഉമ്മമാക്ക് പണിയെടുക്കലല്ലേ. നിങ്ങളെങ്ങനെ കറക്റ്റ് മനസ്സിലാക്കി ഇവിടെ നോമ്പ് പണിയാണിത്? എങ്ങനെ എന്താടി അല്ല നിങ്ങൾ എങ്ങോട്ട് ഇറങ്ങിയതാ? എന്തോ എടുക്കാൻ മറന്നോ? പോത്തലിക്ക് പോവാന്. അപ്പൊ വെറുതെ ഇവിടെ നിന്ന് കേറിയിട്ട് പോവാ വിചാരിച്ചാണ്. പക്ഷേ പണി കിട്ടി ഗൈസ്. എന്നാ കേറിക്കോളി. ഉമ്മാന്റെ റൂമിൽ നിന്ന് തുടങ്ങാം. അതെ അതാണ് കൊണ്ടു ഒരു ചായ ചെറിയപ്പന് ഒരു ചായ ഉണ്ടാക്കി കൊടുത്താൽ മതി. ചെറിയപ്പ അയിമണ് വീണോളൂ. കൊറേ സാധനങ്ങളുണ്ട്. ആ മൊത്തം പുറത്തേക്ക് ഇങ്ങനെ എടുത്തിട്ട് ഉള്ളൊന്ന് അല്ലേ പൊയില് നാളെ പോണേ. ഡ്രസ്സും കാര്യങ്ങളും മൊത്തം തിരുമ്പാനും ഇതൊക്കെ. ഇപ്പൊ അതിലുള്ള സാധനങ്ങൾ മൊത്തം പുറത്തേക്ക് ഇട്ടിട്ട് ഒന്ന് തട്ടി കൊട്ടി അടിച്ചു വരാണ്ട് ഇതാക്കുക. എന്നിട്ട് ഈ സാധനങ്ങളൊക്കെ അങ്ങോട്ട് കയറ്റും. തുണികളൊക്കെ നാളെ കൊണ്ടുപോകും. എല്ലാം കഴിച്ചിട്ട് എല്ലാം നമ്മള് വിചാരിച്ചത് വൈകുന്നേരം കഴിയുന്നു. അല്ലേ ഉള്ളത്തെ പണി എടുക്കാനുള്ളൂ. പുറത്തത്തെ നാളെയാണ്. ഡ്രസ്സൊക്കെ മാറ്റി പോരും. അതന്നെ അത് നല്ലൊരു മുന്നേറ്റാണത്. പോത്തല് പോവാണല്ലോ. അല്ല ഇന്നത്തെ കല്ല് ഇവിടെ ആയിക്കോട്ടെ. സന്തോഷായില്ല എനിക്ക്. ഇൻട്രോ മാത്രം രസം അനുഭവം കൊണ്ട് അതെ ചെറിയാപ്പൂര് വിചാരിച്ചാണ് നോമ്പ് പണി എടുത്തിട്ട്. ചെറിയപ്പോ പിന്നെയോ ഫുള്ള് സെറ്റ് ആണോ? വലിച്ചുമ്പോ ചെറിയാപ്പു ചെറിയാപ്പു ചിരിച്ചത് പ്രായത്തിന്റെ തിരിച്ചു പോകാണ്. വെറും കൈയോടല്ല പോകണേ. കയ്യിൽ തേങ്ങയുണ്ട്. 1 2 3 തറവാട്ടൊക്കെ എന്തിനും മുതലായി കേസ്. എടാ പുതപ്പ് അനക്ക് എന്ത് തേങ്ങ തറവാട്ടിന്ന് കിട്ടി വെച്ചാൽ കാട്ടി കൊടുക്കുക. അതാക്കണ ഈ തേങ്ങ കിട്ടി അറിയാം അല്ലേ. നിങ്ങൾ ഈ നേരെ എടുക്ക പോത്തെടുക്കോ? ഓക്കെ ആ സാധനം പുറത്തുണ്ട് വെച്ചോ. ഏതായാലും നന്നായി. ഓക്കെ ബൈ. ഇവര് പോയില്ലേ? കൊറേ നേരം ഞാൻ ടാറ്റ എടുക്കണേ. ഇനിയിപ്പോ എന്തല്ലേ ഞാൻ എന്റെ റൂം ക്ലീൻ ആക്കട്ടെ. ഞാൻ കൊലയുമ്പോ ഞാൻ ഇതാക്കി അടിക്കുകയാണ്. എന്നാലും സൈഡ് കൂടെ ഒക്കെ മാറലുണ്ടോ? ആ ചൂലും കൊണ്ട് ആയിക്കോ. ആണോ? ആദ്യം ആ പുതപ്പൊക്കെ എടുത്തിട്ട് മുറ്റത്തേക്ക് ആക്കി. ഓക്കെ ഞാൻ പുറത്തേക്ക് വെക്കട്ടെ. അല്ല ഉമ്മമാന്റെ കഞ്ഞി എന്തായി? ആ അടുപ്പത്തുണ്ടല്ലേ. ഓക്കെ അത് വേവാനാവണുണ്ട്. ആ ഓക്കെ എന്നാ ഇവിടെ ഉണ്ടായിനല്ലോ. എന്നാ സൈഡിൽ തുടങ്ങിക്കോ. ഞാൻ ചൂലും വെച്ചാണ്ട് തുടങ്ങാം. മമ്മാക്കനോടെ തട്ടിക്കൊട്ടലി കൊണ്ടിരിക്കുകയാണ് ചൂല് കൊണ്ട്. ഞാനും അതിന്റെ പരിപാടിയിൽ തന്നെയാണ്. ഇപ്പൊ എന്താക്കണം ഇവിടുത്തെ മാലാടും കാര്യങ്ങളൊക്കെ ഒഴിവാക്കണം. ഇവനും പൂച്ചയും കൂടിയും കൂടിയിട്ട്. മമ്മാക്കനോട് ഉണ്ട്. മമ്മന്റെ അടുത്തുണ്ട്. മമ്മ അപ്പുറത്തെ ഭാഗത്തും ഞാൻ അപ്പുറത്തെ ഭാഗത്തും. ഇമ്മാക്കണ ഓരോ സാധനങ്ങൾ പുറത്തേക്ക് ഇങ്ങനെ കൊണ്ടുപോയി വെക്കുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഓരോരോ പണി ഏൽപ്പിച്ചാണ്. ഇവിടുന്ന് ഇങ്ങനെ തീർത്തിട്ട് ഇതൊക്കെ ഇങ്ങനെ തീർത്തിട്ട് വേണേ നമുക്ക് ഇങ്ങോട്ട് ഇങ്ങനെ കയറാന്. ഇവിടെ എത്തിയിട്ടില്ല. ഇങ്ങോട്ടൊക്കെ വരുന്നുള്ളൂ ഇനി ഇല്ലടാ. അതെ കുറച്ച് മെനക്കെട്ട പണിയായി നമുക്ക്. മമ്മ ഓക്കെ അല്ലേ? കണ്ണുക്കാവാൻ നോക്കിട്ടോ. കണ്ണുക്കാവാൻ നോക്കി കേട്ടോ. നമ്മളിപ്പോ എടുക്കാൻ പോണത് വർഷങ്ങളായിട്ട് കഴിച്ച് ഇതിന്റെ മുകളിൽ അനക്കാത്ത സാധനങ്ങളൊക്കെയാണ് നമ്മളിപ്പോ എടുക്കാൻ പോണത്. ഇത് കഴിഞ്ഞിട്ടുള്ള പരിപാടി കഴിച്ച് ഇത് മുറിച്ചലാണ്. ചടങ്ങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചടങ്ങാണ്. എന്നാടാ പരിപാടി തുടങ്ങിയല്ലേ? ഇതിന്റെ മുകളിലത്തെ കോല നോക്കി കഴിച്ചു. ഇത് കഴിച്ച് ഇവിടെ പൂച്ച ഉണ്ടായിട്ടേ. പൂച്ച കൊറേ മസാജ് ചെയ്തൊക്കെ ഉണ്ട് ഇതിന്റെ മുകളില്. പൂച്ചാള് മാന്തി പൊടിച്ചാണ് കഴിച്ചൊക്കെ. എന്താണ് എന്തൊക്കെയുണ്ട് കഴിച്ച്. കോണിണ്ടോ അവിടെ? കോണിണ്ടോ? കോണി കൊണ്ടേണ്ടി വരും കോണി കൊണ്ടുവന്നിട്ടെന്നാല് നമുക്ക് കോണി കൊണ്ടുവന്നിട്ട് നമുക്ക് അതിന് മുകളിൽ കയറിയിട്ട് ആ സാധനങ്ങളൊക്കെ മുറിച്ചിടണം. അതിനുള്ളിലത്തെ കോണിയോ കോലും ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് കൈസ്. ആ സാധനം ഇറക്കുമ്പോ ആ മറ്റേതല്ലേ ഓല ഓല. ആ
അതൊക്കെ എടുക്കാണ്ട് പോയിട്ട് കോണി ഉണ്ടോ? എന്നാ ഇതിന്റെ ഉള്ളിൽ അടിച്ചു വെച്ച് അടിച്ചല്ലേ ഞാൻ അമ്മമാരുടെ റൂം അപ്പൊ മാറിയാട്ടെ. ആ ഓക്കെ. എന്നാ ഞങ്ങൾ രണ്ടാളും പോയിട്ട് കോണി എടുത്തോണ്ടിട്ടെ. ഞാനും മമ്മി കോണി ഏറ്റിക്കൊണ്ടെന്നു ഉമ്മാന്റെ റൂമിൽ ഇതിനുള്ളിൽ കയറ്റിയാണ്. ഓക്കെ ശരി കഴിഞ്ഞോളി എന്നോട് വെച്ചളി ഇപ്പൊ കൊയങ്ങണ്ട് ഈ സാധനം ഏറ്റി കുന്ന് കയറിയപ്പത്തിന്. ഇവിടെ എന്തായി ഉമ്മാന്റെ റൂം ഉമ്മാന്റെ മാറാലേന്ന് ആന്ന് ഇത് കണ്ടോ നിങ്ങൾ? ഇഷ്ടംപോലെ മാറാലാണ് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. അതൊക്കെ കണ്ടോ കെട്ട് കിടക്കണൊക്കെ നോക്കിയാ ഇഷ്ടംപോലെ മാറാലുണ്ട് കേസ്. ഇതേമാതിരത്തെ വലിയ വലിയ കൊട്ട കണക്കിനുണ്ടാവും. ഈ ഈറ്റള ആട്ടി വിടണം 8 കളികളെ. ഈ പണി തന്നെ ഒഴിവാക്കാൻ വേണ്ടിട്ട്. എന്താ ഈ കഞ്ഞി ഇറക്കി വെച്ച മമ്മ? ആണോ? കഞ്ഞി ഇറക്കി വെച്ചു. കരിക്കും മമ്മ വട്ടം വയ്ക്കുമ്പോ വെട്ടിക്കില്ല. കൈ നോക്കണേ. ഞങ്ങൾ മഴ റൂമത്തെ ബെഡ് എടുത്താണ് മാറ്റട്ടെ. എന്നിട്ട് നമുക്ക് ബാക്കി പരിപാടി നോക്കാം അല്ലേ അമ്മ? ഞാൻ മോട്ടിൽ ഏറ്റിക്കൊണ്ടിരിക്കാണ്. പുതപ്പ് ആക്കണ ഇങ്ങനെ പോണേ. ബെഡ് സോറി സ്പെല്ലിങ് മാറിപ്പോയി ഗൈസ്. എവിടെ കൊണ്ടുപോയിട്ടിട്ടേ നീ നോക്കിപ്പോ പിച്ചൊന്നും ശരിയല്ല. അതിന് നോക്കാം. മൊബൈല് കയ്യിലാരേ മൊബൈല് വീഡിയോ എടുക്കണ്ടേ? മൊബൈല് പൊട്ടിയിട്ടൊന്നുമല്ലേ ഗൈസ്, സേഫാണ്. പണിയാണ് ഗൈസ്. ഇതിൻ്റെ അടിയിൽ കൂടെ ഒക്കെ ഇതൊക്കെ എടുക്കണ്ടേ? എല്ലാം കൂടി പണി തന്നെയാണ്. ആ അതിന്റെ അതിനുള്ളിൽ മൊത്തം തട്ടാണ്ട്. ഉമ്മാന്റെ റൂം മൊത്തം തട്ടാണ്ട്. ഞാൻ തട്ടട്ടെ. അതിനായിട്ടില്ലേ മേളത്ത് കൂടിയിട്ടില്ലെങ്കിൽ നമ്മൾ തട്ടിയൊക്കെ 2 മണിയാവും. ആണോ? റാക്കിന്റെ മുകളില് ഉമ്മമാന്റെ റാക്കിന്റെ മുകളിലത്തെ അവസ്ഥ ഉണ്ട്. ഞാൻ കാട്ടിത്തരാം. ഇങ്ങനെയാണ്. ഇത് മാത്രം അല്ലെങ്കിൽ കൊറേ ഉണ്ടായിന് വേസ്റ്റ്. ഇതൊക്കെ ഇപ്പൊ കൊറേ ഉമ്മ എടുത്ത് ഒഴിവാക്കി. അതാണ് വേസ്റ്റ്. ഇതാക്കണം. ഇതൊക്കെ വേസ്റ്റ് ആണ്. ഇത് കണ്ടില്ലേ? ഇതിന് കോലെന്താ കണ്ടോ? അതാണ് വേസ്റ്റ്. അതാ പറഞ്ഞത് ദിവസം തട്ടണല്ല. എന്നാ നമുക്ക് നമുക്ക് ഈ ഒരു സാധനം അയച്ചെടുക്കലാണ്. അതായത് എന്തൊക്കെ വരും തമ്പുരാനായി കഴിച്ചു. നാളല്ലേ നമ്മള് തട്ടിയപ്പോ പാമ്പുണ്ടായിന്. മാറാലിന് മുകളിൽ നമ്മ കണ്ടുനോക്കിക്കൊണ്ടിത് ഇത് തട്ടിക്കൊണ്ട് കുട്ടിയെ അവിടെ ഇങ്ങനെ റാ പോലെയാണ് ഇവിടെ. അത് നാളെ കണ്ടില്ല നമ്മള്. അതുകൊണ്ടാണ് കെട്ടിയത്. തൂങ്ങിക്കളയിച്ചളന്നാ ഇതിന്മൊന്നുമല്ലല്ലോ. കത്തിയോ? കത്തി എടുത്തു കയ്യിലുണ്ട്. എവിടെ സൈഡ് അതിന്റെ അടി ഇതിന്റെ ഉള്ളിൽ ഇപ്പൊ കാണുന്നുണ്ടല്ലോ മാറാലിന്റെ കളിയാണ്. ആണോ? ഇഷ്ടംപോലെ മലടക്കല്ലേ. ഇവിടെ ഒന്ന് നോക്കിക്കോ. എന്റെ മേത്ത് കൂടെ പൊളിഞ്ഞാടാ നോക്കിക്കോ. വലിയ കത്തിണ്ടോ? അവിടെ അവിടെ ഇവിടെ ഓരോ വള്ളികളുണ്ടാവും. ഒക്കെ കഴിച്ചോ. നോക്കി ഇറങ്ങിക്കോട്ടോ. മറ്റേ കഴിച്ചണ്ടേ? സെന്ററത്തെ കഴിച്ചാണ് കേട്ടോ. അതിന്റെ മുകളിലൊന്നും ഇല്ലല്ലോ. ആണോ? അതിന്റെ മുകളിലത്തെ നമുക്ക് തട്ടാ. എടി ഇതല്ല മറ്റേ സെന്ററത്തെ. ഓ എന്താ അത്? ലൈറ്റ് ഇട്ടാണിമ്മ. ആ ലൈറ്റ് ഇട്ടില്ല. എപ്പുറത്താലേ ഞങ്ങൾ അങ്ങനെ പെരമ്പത്തെ എല്ലാ സാധനങ്ങളും വലിച്ചെടുത്തിട്ടു. ആ തുണികളൊക്കെ വാരിട്ടു. ഇതിന് മേൾഭാഗം കണ്ടപ്പോ ഗൈസ് ഈ പെര ഇത്രയും കാലം ഇവിടെ എങ്ങനെ നിന്ന് പോയതെന്ന് ഞങ്ങൾക്ക് അറിയില്ല ഗൈസ്. അവിടെ കാണിച്ചു കൊടുക്കണം. ഞാൻ വിശദമായിട്ട് കയറി കാണിച്ചിട്ടാ. അവിടുത്തെ നോക്കി ദ്രവിച്ചു പോയിക്കണോ സാധനം കണ്ടോ? പൊളിഞ്ഞു പോയിക്കണേ. തലയിലൊക്കെ എന്റെ കുഞ്ഞ ഇഷ്ടം പോലെ മാലറേ. ഈ അടി കൊടുക്കും. ഇതിന്റെ മുകളിലത്തെ അവസ്ഥ എന്താ ഞങ്ങക്ക് കാണിച്ചു തരാ. ഇത് എന്താ ഗൈസ് ഇതൊക്കെ? ഇയ്യോ ആൾക്ക് നോക്കി നിങ്ങള് ആ ഒരു മൂലോടല്ല ആ ഒരു കൗക്കോല് നിക്കണ നോക്ക്. എന്താ മട്ടണ് കൗക്കോലൊന്നും ഇല്ല ഗൈസ്. ഒക്കെ പൊയ്ക്കണ് ഇതിൻ്റെത്. പിന്നെ ഈ ഒരു ഭാഗം നോക്കി. ഇവിടെ നോക്കി കോലൊന്നും ഇല്ല. നോക്കി അല്ല ഇത് ഈ ബലത്തിൽ എന്തായാലും ഇപ്പൊ നിക്കണില്ല. പടച്ച റബ്ബേ ഇത് നോക്കി ഗൈസ്. എന്താണ് ഇതിന്റെ അവസ്ഥ നോക്കി നിങ്ങള്. ഇത് ഈ കോലത്തിലായാലും പിന്നെ ഇത്
കാരണം ഈ എട്ടുകാലി തിന്നുന്നുണ്ടാവും ചിലപ്പോ മരേ ഗൈസ് നമുക്കറിയില്ല. ചിലപ്പോ ഈ എട്ടുകാലികൾ തിന്നുന്നുണ്ടാവും ഈ മരം. അല്ലാതെ ഇങ്ങനെ ഈ കോലത്തിലായി രസിഡ്. കാരണം ഇത് മൂടി കൊട്ടിക്കല്ലേ. ചെറുതിൽ തട്ടിയാൽ പൊളിഞ്ഞാടും. ഓട് തലയിൽ കൂടെ പോകും. എങ്ങനെയാണ് നിർത്തിച്ച് ആ കൂടെ എങ്ങനെയാണ് കൂടുവോ? അതിന് മാറാനെ മാത്രമേ നമ്മൾ കട്ടിനുള്ളൂ. അല്ലാതെ ഇത് ശരിയാക്കൊന്നും നടക്കൂല. ചേട്ടന്റെ പോലെ എങ്ങനെയാ നിൽക്കാനൊക്കെ കൗക്കോല് എപ്പോഴാണ് കടന്നു വന്നാൽ പേടിയാകുമല്ലോ. പക്ഷെ ഇത് കാണുന്ന വരെ നമുക്കൊരു പേടിയില്ല കേട്ടോ. ഇത് കണ്ടു കഴിഞ്ഞപ്പോ നമുക്കൊരു ടെൻഷനായി. തൂക്ക് ഇവിടെ നോക്കി എങ്ങനെ തട്ടുക മാലാട്ട് മൂന്നായിട്ട് ഇങ്ങോട്ട് പോയിരുന്നു. ഇല്ല മറ്റേതും കൊണ്ട് തട്ടാ. മറ്റേതിരിക്കി ആ ചെയ്തുകൊണ്ട് വല്ലാതായി തട്ടാതെ ഇങ്ങനെ വല്ല തോണ്ടിട്ടോ മക്കളെ. ആയിക്കോട്ടെ എങ്ങനെയാലും എടുക്കാം. ഗായ്സ് എന്തായാലും നമ്മളെ പണി എന്തായാലും നടക്കണം. തുടങ്ങല്ലേ? തുടങ്ങ ഇഷ്ടംപോലെ പണിയുണ്ട് ഗായ്സ്. ഈ ഒരു ഭാഗം ക്ലീൻ ആക്കുമ്പോഴത്തേന് എങ്ങനെയായാലും ഒരു വൈകുന്നേരം ആവാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ ഇങ്ങോട്ട് റിട്ടേൺ കയറ്റും വേണം. നല്ല പണീനെയൊക്കെ കയറിപ്പോ നിങ്ങൾ മാറിയോണ്ട് ഞാൻ ആ വടിയോട് വെക്ക തട്ടാ ഓടും. എന്നിട്ട് വേണം അടുത്ത് ഉമ്മമാക്ക് ജലദോഷം തുമ്മല് മറ്റു പറഞ്ഞ് അടുത്തത് വരാൻ. പേടിയാണേ. എന്നാ അമ്മമ്മ ഇത് ഞാൻ നോക്കിക്കോണ്ട്. ഈ റൂം ഞാൻ നോക്കിക്കോണ്ട്. ഈ റൂം മാറാലിന്റെ ഫുള്ള് ഞാൻ നോക്കിക്കോണ്ട്. ബാക്കി നിങ്ങള് എന്താ നോക്കിക്കോളി. കഴിച്ച് ഞാൻ എന്നാ പരിപാടി തുടങ്ങട്ടെ. നമ്മളെ റൂം തോലാണ് കണ്ടത്. പുറത്ത് കൊണ്ടുപോയി വെക്കട്ടെ. ഇതിന്റെ ആവശ്യം ഇനി ഉണ്ടാവില്ലല്ലോ അമ്മ. എന്താ കാട്ടണ്ട ഇന്നൊരു പുടുത്തല്ല. ഞാൻ കാരണം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അറിയോ, ഇതിന്റെ ഉള്ളത്തെ അവസ്ഥ നിങ്ങൾ കണ്ടില്ലേ. അത് കണ്ടപ്പോ സമാധാനം പോയില്ലേ. കുഞ്ഞേ കരിയിലിന്റെ എത്ര കനം കൂടിയില്ലോക്ക് നമ്മളെ കൗക്കോലുണ്ടോ പൊടിയണതൊക്കെ എങ്ങനെ കാട്ടി കഴിഞ്ഞോ. പപ്പടാണ് പപ്പടം പൊടിയനായി പൊടിയല്ലേ. ഓനവിടെ ഗൈസ് അങ്ങനെ തട്ടിക്കൊട്ടലിന്റെ പരിപാടിയിലാണ്. മോൾക്ക് നോക്കണില്ല. മോൾക്ക് നോക്കുമ്പോത്തിന് പരിയും തുമ്മലൊക്കെ വരികയാണ്. എടാ നോക്കി നോക്കട്ടോ മാലറൊക്കെ, അല്ലെങ്കിൽ പേരടിക്ക് പൊളിഞ്ഞാടും. അറിയില്ല, നമുക്ക് നോക്കാം. പോണ വരെ പോട്ടെ. എന്തായാലും സെറ്റ് ആക്കടേ. ഞാൻ അപ്പുറത്ത് നമുക്ക് അറിയില്ല കണ്ടന്നെ അറിയല്ലേ. എന്തായാലും ഗൈസ് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നോക്കട്ടെ. ഈ പേർക്ക് നമ്മുടെ സീനുവിന്റെ പ്രായമാണ്. ഷെഫീഖല്ലേ തുമ്മണാകണ പറ്റോടെ. മാസ്ക് ഉണ്ടെങ്കിൽ കൊടുത്തോളേ. പൊടിയിലുള്ള മാസ്ക് എടുത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ മണത്തിട്ട് എനിക്ക് തുമ്മല് വരും. ഇങ്ങോട്ട് പുറത്തേക്ക് ഒന്നല്ലേ തുമ്പൽ അടിച്ചു. കൂണിംഗ് ഗ്ലാസോ ഹെൽമെറ്റ് വേണോ? പിന്നെന്താ പരിപാടി? എന്തായാലും ഗൈസ് മോട്ടറിന് അവിടെ പണിയെടുക്കട്ടെ. ഞാനും ഈ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ എടുത്ത് തുടങ്ങട്ടെ. മമ്മാന്റെ റൂം കുറച്ചുകൂടി എടുക്കാണ്ട്. ഗൈസ് ഇതൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് തോന്നും ഞങ്ങള് മരമില്ലിലാണ് നിക്കണേന്ന്. പക്ഷേങ്കിൽ അതല്ല ഗൈസ്, ഇത് ഞങ്ങളെ പെരയാണ്. പെരന്റെ ഇതൊക്കെ എന്താ പറയുക, കൗക്കോലിന്റെ ഓരോ കണ്ടങ്ങൾ പൊളിഞ്ഞാടിയാണ് കേട്ടോ. ഇവിടെ കണ്ടായാലും ഒരു മരക്കണ്ടങ്ങളൊക്കെ ഉണ്ടായാലും കൗക്കോല് പൊട്ടി കഴിഞ്ഞാടിയത്. ഇതൊക്കെയാണ് ഗൈസ് നമ്മളെ കൗക്കോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ആ ഒരു ഭാഗം കണ്ടങ്ങള് പൗതിക്കൊന്നില്ല. അതായത് ഇവിടുന്ന് ഇങ്ങനെ വരുന്നുണ്ട്, പക്ഷെ പൗതിക്കൊന്നും ഒന്നുമില്ല. അപ്പൊ ഉമ്മ പറഞ്ഞു നമ്മള് മറ്റേ ഷീറ്റ് കെട്ടാൻ വേണ്ടി കുറച്ച് കമ്പി കൊണ്ടുവന്നിനി. ആ കമ്പിയൊക്കെ കഴിച്ച് അതിൻ്റെ ഉള്ളിൽ കുത്തി കൊള്ളിച്ച് എങ്ങനെങ്കിലും ഒക്കെ ഒന്ന് നിലനിർത്താമെന്നാണ് പറയുന്നത് അല്ലേ. എടാ ഇങ്ങോട്ട് വന്ന് നോക്കി, നമ്മളാകെ മരമില്ലില് ഇതെന്താ മരമില്ലില് കഴിച്ച് അതന്നെ നമുക്ക് കമ്പി വെക്കാം. ഒരു കമ്പി അങ്ങോട്ടും ഇങ്ങോട്ടും കഴിച്ച് ഇങ്ങനെ വിലങ്ങനെ ഇട്ട് കൊടുത്ത് നോക്കാം. ഇത് നോക്ക് മരത്തിന്റെ മില്ലില് കയറിയ വായിക്കണ്ട്. അങ്ങോട്ട് നോക്കി ഗൈസ് ഇവിടെ ഭയങ്കര കഷ്ടം, പക്ഷെ ഇവിടെ നോക്കി ഗൈസ് ഇവിടെയും ഭയങ്കര കഷ്ടം. എന്തായാലും ഗൈസ് നമ്മൾ ഇത്രക്ക് പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഞാൻ ഇത്രക്ക് പ്രതീക്ഷിച്ചില്ല. ഇതിന്റെ മേൽഭാഗം ഇങ്ങനെയാണ് നിങ്ങൾ ഇപ്പോഴാണ് കണ്ടത്. ഇത് കുറച്ച് ഡേഞ്ചർ ആണ്. ഇതേ നിക്കല്ലേ ഈ സീറ്റ് കാരണം നമ്മളൊന്നും കാങ്ങണില്ലല്ലോ. അതന്നെയാണ് ശ്രദ്ധിച്ചില്ല. അത് മൂടി അത് ആകെ മൂടി പോച്ച് കടന്നോണ്ടേ നമ്മളതിന്റെ ഉൾഭാഗം ഇങ്ങനെയാണെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല. എന്തായാലും നമ്മളെ പണിയാണ് നടന്നോണ്ടിരിക്കുന്നു. പണി നടക്കണ്ടില്ലേ നടത്ത ഇല്ല പിന്നെ എന്നായാലും അല്ലെങ്കിൽ ഒക്കെപ്പാട് ഇടിഞ്ഞു പൊളിഞ്ഞാടുമ്പോഴേ നമ്മളിതൊക്കെ അറിയുള്ളൂ. നല്ല മടച്ചോനെ കൊയങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാണല്ലോ ഒരു പരിവായി. അതിന്റെ മുകളിലൊക്കെ പേരുടെ മുകളിലൊക്കെ കേറി തട്ടിക്കൊട്ടിയപ്പോ കരിക്ക് വെട്ടിച്ചു. എന്തോ ആണ് എന്താണാവോ. കൈ നോക്കട്ടെ ഈ അമ്മക്ക് ആ കൊയങ്ങിക്കണ്. കൊയങ്ങി അമ്മ കരുവാൻ എടുക്കണ്ടോ? മമ്മി കൊയങ്ങില്ലേ? അടി കൂടെ പോയത് ആയിക്കൊണ്ട് ചോദിച്ചോളാം.
ആകെ പഞ്ചറാവുള്ളൂ. അതൊന്നും പറയാൻ പറ്റൂല. ഇഷ്ടം പോലെ വെള്ളമാണല്ലേ, ഫുൾ ടാങ്ക് വെള്ളം. ഓനിടാൻ വരും. ഒരു മാസം കൂടി കഴിഞ്ഞാൽ തേങ്ങ ഇപ്പൊ തന്നെ മാസാക്കണ്ടായിരുന്നു. ശരി, നല്ല വെള്ളം ഉണ്ടല്ലോ. നല്ല വെള്ളമുണ്ട് വെള്ളമല്ലേ. അങ്ങനെ ഗായ്സ് നമ്മുടെ നോമ്പും പണി നമ്മള് തുടങ്ങും കൊറേ നാളായി പറഞ്ഞിട്ട് ടൈം കിട്ടിയത് ആ പോള് എടാ പോലെ മുക്കാ വെള്ളം അങ്ങനെ പോയി. ഇവരല്ലേ വെട്ടിയേ. കഴിഞ്ഞു ഞാനൊരു ഗ്ലാസ് എടുത്തല്ലോ, അങ്ങനെ ഇതാക്കാം. ഗ്ലാസ്സിൽ ഇട്ടാണ്ട് കുടിച്ചാ ചിന്താതണ്ട് ഒഴിച്ചോളി ഗൈസ്. കരിക്ക് എല്ലാരും കുടിക്കണം, കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷീണത്തിനൊക്കെ നല്ലതാണ് ഗൈസ്. പോയില്ലേ? ഇല്ല, കുടിച്ചോളി. ഒരു പുള്ളിയൊക്കെ അല്ലേ ഈച്ച. ഇത് എന്ത് ഈച്ചാണ് കമന്റ് ചെയ്യുക ഗൈസ്. കുടിച്ചോ? കുടിച്ചോ? എന്നാ കുടിച്ചോളി. ഇത് കുടിച്ചോണ്ടി, കാരണം ഉമ്മമാക്കാണ് സോഡിയത്തിന്റെ ഇതല്ലത്. സോഡിയത്തിന് നല്ലതാണ് കരിക്ക്. ഇത് നല്ല രസമുണ്ട്. ഇത് പൊടിച്ചു ഗൈസ്. നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ ഇല്ലടാ, എന്നിട്ട് നമുക്ക് സമാധാനമായിട്ട് നമുക്ക് തുടങ്ങാം. എന്റെ പൊന്നു, ഇനി കുറച്ച് കഴിഞ്ഞ് വേണം കഞ്ഞിയൊക്കെ കുടിച്ചാൽ, അതൊക്കെ തുടങ്ങണം. ഇപ്പൊ ഒന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ ഞങ്ങള്, എന്നിട്ട് വേണം ബാക്കി ഒന്ന് തുടങ്ങിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കഞ്ഞിയും കുടിച്ചാ അല്ലേ മമ്മ? അങ്ങനെയൊക്കെ അല്ലേ. ചമ്മന്തി എന്തെങ്കിലുമൊക്കെ മതി. പറഞ്ഞോ ഗൈസ്. എന്താ ഗൈസ്, അങ്ങനെ നമ്മള് റെസ്റ്റ് ഒക്കെ കഴിഞ്ഞു. ഇനി ഇതാക്കണേ നമ്മള് വീണ്ടും പണി തുടങ്ങാണ്. നേരെ അടുക്കളയിലേക്കാണ് വന്നിക്കണേ. അടുക്കളത്തെ പണി അടുക്കളയിലത്തെ പണി തുടങ്ങാനല്ലേ. എന്നാ പുറത്തേക്ക് ഇറങ്ങിക്കോളി മമ്മ, ഓരോ സാധനങ്ങളും ഇങ്ങനെ എടുത്തോളി. എനിക്ക് തോന്നണ അടുക്കളയിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പണി ഇറക്കണെന്ന് അല്ലേ. അടുക്കളയിൽ പണി കുറച്ച് കൂടുതലുണ്ടാവും. കൊറേ പാത്രങ്ങളും അതേമൊക്കെ എല്ലാ സാധനങ്ങളും നിങ്ങൾ കാണുന്നുണ്ടാവും. ഇതാക്കണം ഇത്രയും മോളത്തത് മൊത്തം ഒഴിവാക്കാൻ വേണം. താഴത്തെ ഇത്രക്കും സാധനങ്ങളും ഈ റാക്കിലൊക്കെ നോക്കിയാ ഇഷ്ടംപോലെ കുപ്പിന്റെ മറ്റേതും മറിച്ച സാധനങ്ങളൊക്കെയാണ്. കൊറേയൊക്കെ ഉമ്മക്ക് ഒഴിവാക്കുന്നുണ്ട്. അപ്പൊ ഇമാതിരി സാധനങ്ങളൊക്കെ എടുത്താണ്ട് ഒഴിവാക്കാനുണ്ട്. ഓരോ ഈ മറ്റേ ഇതേപോലത്തെ ഒരു പാത്രം കിട്ടിയ ബേസ് അല്ലേ, ഒരു പച്ച ബേസും കൂടി ഉണ്ടായിരുന്നല്ലോ. ഉള്ളിന്റെ ഇതില് ഇവിടെ ഇങ്ങനെ വിരിച്ച് വെച്ചില്ലടാ. അത് ഒന്നുകൂടി സുഖമായി, കാരണം നേരെ എല്ലാം ഇങ്ങോട്ട് വെച്ചാൽ മതിയല്ലോ. മറ്റേ മണ്ണിലായാണ്ട് ആകെ കൊളാവും. നല്ല മുന്നേറ്റാണ്. നമ്മൾ പെര ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ക്ലീൻ ആക്കി നമ്മൾ ക്ലീൻ ആക്കണത്. നിങ്ങളിപ്പോ ഈ കാണുന്ന സാധനങ്ങളുണ്ടോ, ഇതൊക്കെ നമ്മളെ പേരന്റെ ഉള്ളിൽ നിന്ന് കിട്ടി. എത്രങ്ങാനും വേസ്റ്റ് ഉണ്ട് അറിയോ. കാരണം അതറിയോ, ഈ ഇതാക്കണ ഈ കണ്ടണ ഈ ഇതില്ലേ, ഇതിന്റെ പേരെന്താ? കൗക്കോലും പട്ടികയില്ലേ. അമ്മമാരുടെ സൗണ്ട് മാത്രം കേൾക്കണ്ട, ഷാളെ കാണില്ല. അത് അപ്പുറത്താണല്ലേ ഗൈസ്. അതിന്റെ വേസ്റ്റുകളാണ് കണ്ടുകൊണ്ട് നിൽക്കണത്. പിന്നെ ഉള്ളത് ഇതാക്കണേ, നമ്മൾ ഈ പുറത്തത്തെ അടുക്കളയിലത്തെ സാധനങ്ങൾ മൊത്തം നമ്മൾ അവിടെ നിന്ന് എടുത്തു. മൊത്തം അവിടെ നിന്ന് എടുത്തിട്ട് എല്ലാ സാധനങ്ങളും നമ്മൾ ഇതാക്കണ പുറത്ത് ഇതാക്കണ ഇവിടെ ഇങ്ങനെ നിരത്തി വെച്ചിക്കണേ. മൊത്തം സാധനങ്ങൾ പുറത്താട്ടോ, എല്ലാ സാധനങ്ങളും പുറത്താണ്. അടുക്കളയിലത്തെ മാത്രമല്ല സ്റ്റോർ റൂമത്തിൽ എടുത്താണ്ട് വെച്ചു, മൊത്തം ഇതാക്കി വെച്ചു. ഫ്രിഡ്ജ് മാത്രമേ ഉള്ളൂ ഇവിടെ. പിന്നെ അല്ലേ ഉമ്മമാന്റെ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതാക്കണോടെ ജനലൊക്കെ തുടച്ചാണ്ട് ക്ലിയർ ആക്കി അല്ലേ മമ്മ? അപ്പോ ജനലും കാര്യങ്ങളൊക്കെ തുടച്ചതാക്കണുണ്ട്. ഇമ്മാന്റെ പണി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതാക്കണ ഇവിടെ നമ്മളെ കയറി വരണം. ഇവിടെ വാതിലുമൊക്കെ ഇഷ്ടം പോലെ ചളിയാണ്. അത് ഇമ്മൊക്കെ കൂടിയാണ്ട് ഇങ്ങനെ ഉരച്ച് കേൾക്കുന്നുണ്ട്. ഇനി ഇത് കഴിഞ്ഞിട്ടുള്ള പരിപാടി എന്താമ്മ? മൊത്തം അടിയിൽ വെള്ളം നനച്ചാണ്ട് ഇതാക്കേ, സോപ്പിട്ട് കേൾക്കില്ലേ, വെള്ളം ഇതാക്കിയിട്ട് മോട്ടർ അടിച്ചാൽ എന്തോ കാര്യം പറഞ്ഞു. ഈ മോട്ടറിന്റെ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതാക്കണം, ഇവിടുത്തെ ജനലും ഒക്കെ തോത്തിയാണ്ട് ക്ലിയർ ആക്കി വെക്കുക. ഇനിയുള്ള പരിപാടി എന്താ? മോട്ടർ അടിച്ചേ ഇല്ല, ഞാൻ കാട്ടി കൊടുത്തില്ല. കൗക്കോല എവിടെ വെച്ച് കഴിഞ്ഞാല് ഇതാക്കണേ, ഈ കമ്പി ഉണ്ടോ, ഇതിപ്പോ നമ്മൾ സെപ്പറേറ്റ് വെച്ചതാണ്. കാരണം ഇവിടെ പൊട്ടിയിട്ട് ഒന്നും കാട്ടാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പൊ ഞാനും മോട്ടറിനും കൂടിയും കേറിയിട്ട് അവിടെ കമ്പിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആകെ ഞങ്ങൾ ഇങ്ങനെ വെച്ചു. അതായത് ഓടല്ല പൊട്ടിയിട്ട് നമുക്ക് ഇങ്ങനെ വിഗാക്കാൻ വേണ്ടിട്ട് കമ്പി തടസ്സത്തിന് വേണ്ടി വെച്ചിക്കണ്. ബാക്കി എന്ന കമ്പി ഉണ്ടായിരുന്നു, അത് നമ്മൾ പ്രൊട്ടക്ഷന് വേണ്ടി വെച്ചു. ഇപ്പൊ ഒരു സേഫ് ആയി എന്നൊക്കെ വിചാരിക്കണ് അല്ലേ. ഇനി അടുത്ത പണി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അടുക്കള വാതിലുണ്ട്, റൂമിന്റെ വാതിലുണ്ട്. പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാല് ഉമ്മ പറഞ്ഞു മോട്ടർ, അതായത് മോട്ടർ അടുക്കളയിൽ, കാരണം ഇത് തോത്തി കഴിഞ്ഞാൽ തീരുവല കഴിച്ചു. അപ്പൊ അതിനോട് ഉമ്മ പറഞ്ഞു അടുക്കളയിൽ നിന്ന് പമ്പ് ചെയ്തിട്ട് ഇത് നമുക്ക് അവിടെ കൊണ്ടുവരണം. പമ്പ് ചെയ്തിട്ടേ, അതായത് ഉമ്മമാന്റെ ആയിക്കൂടെ പുറത്തേക്ക് വെള്ളം പോകാനുള്ള സ്ഥലമുണ്ട്. അപ്പൊ ഇത് കൂടെ ഫുള്ള് പമ്പ് ചെയ്തിട്ട് ആ വെള്ളമൊക്കെ കഴിച്ച് അങ്ങോട്ട് ആക്കുക. പിന്നെ മൊത്തം വെള്ളാക്കല്ലേ, റൂമും ഇന്റെ റൂമുമായി തുടക്കാം. ആ കട്ടില് നമുക്ക് റാക്കില് നോക്കിയിടാൻ വെക്കുവോ? ഇതോ
ഇത് റാക്കിന്റെ മുകളിൽ വെച്ചിട്ടോ ഇവിടെ കൊറേ സാധനങ്ങളൊക്കെ വരാല്ലേ. വെച്ചില്ല ഇങ്ങോട്ട് വെച്ചിട്ട് പിന്നെ ഇങ്ങോട്ട് നീക്കിയേക്ക അല്ലെങ്കിൽ ഇതിന്റെ മുറുക്കൊക്കെ അപ്പൊ ഉമ്മമാക്ക് കിടക്കണ്ടേ? ഓ അങ്ങനെ കേൾക്കുമ്പോ ഓക്കെ, അത് കുഴപ്പമില്ല. നമ്മളെ പണി കഴിയാൻ പോലും ആയിട്ടില്ല, ഇഷ്ടം പോലെ പണിയുണ്ട്. നേരെ 6 മണി ടൈം ആവാനായി. ഇപ്പോൾ 6 മണി കഴിഞ്ഞു, 6:15 ഇരുട്ടായി വരുന്നുണ്ട്. മറ്റന്നാളൊക്കെ നോമ്പാണ് തുടങ്ങണേ. എന്താക്കുന്ന ഒരു പുഡിയില്ല കേട്ടോ. ഒരുപാട് പണി ഇനി കടക്കാനാണ്. ഞങ്ങൾ ചെന്നിട്ട് ഇനി തോത്തിയാണ് തുടച്ചാണ്ട് ക്ലിയർ ആക്കട്ടെ. ഞാനും കൂടി കൊടുക്കുന്നുണ്ട്. ഇപ്പം മുകളിലൊക്കെ കയറിയാണ്ട് അവിടുന്ന് തട്ടുമുട്ടൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ ഇറങ്ങിയിട്ടുള്ളൂ. ഇനി ഇതൊക്കെ ഒന്ന് തീർക്കണം. ഇത് തിരക്കൊക്കെ ഒന്ന് കഴിയട്ടെ അല്ലേ അമ്മ? അമ്മമാന്റെ റൂം തുടച്ചിട്ടില്ല, ഇനി തുടക്കാനുണ്ട്. പണി അടക്കുന്നുണ്ട് അല്ലേ? പിന്നെ ഇമ്മാന്റെ റൂം ക്ലിയർ ആക്കിക്കൊണ്ട് നിൽക്കണുള്ളൂ. ഒക്കെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചോണ്ട് നിൽക്കണുള്ളൂ. മോണ്ടന്റെ റൂം ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ ഇതാക്കണം. ഇവിടെ ഒക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചു. ഇവിടെ പെയിന്റ് അടിച്ചാൽ നോക്കിയാ കേട്ടോ. നോക്കി അതോ മറ്റേ സ്പ്രേ പെയിന്റ് കൊണ്ട് ഇതാക്കിയതാ. ഏതായാലും നന്നായി പകുതിക്കൊന്നും. പക്ഷെ പണി വളങ്ങിയെന്നുള്ളൂ, ഫുള്ളാക്കാൻ പറ്റിയിട്ടില്ല. കഴിഞ്ഞപ്പോ സ്പ്രേ പെയിന്റ് കഴിഞ്ഞോണ്ട് തോന്നണേ. കഴിഞ്ഞടാ കഴിഞ്ഞു. പക്ഷേ ഗൈസ് കാറിന്റെ താക്കോല് കാണാനില്ല. എവിടെ വെച്ചേ? കാറിന്റെ താക്കോല് എവിടെയാണാവോ ഗൈസ്? അത് ഇവിടെ എവിടെയൊക്കെ ഉണ്ടാവും, തപ്പി നോക്കാം. പിന്നെ ഗൈസ് ഞാൻ എന്താക്കണേ നമ്മളെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇവിടെ കേട്ടോ. പിന്നെ എന്താക്കണേ ഇവിടുത്തെ റാക്ക് ഞാൻ ഏകദേശം സെറ്റ് ചെയ്ത് വെച്ചിക്കണ്. പറ്റുന്ന റാക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ താക്കോലെ വിളിച്ചു നോക്കുന്നില്ലേ? അതെന്തായാലും നല്ലതാ. അത് നല്ലൊരു മുന്നേറ്റാണല്ലോ. വിളി കേട്ടാലോ അല്ലേ? വിളിച്ച് വിളിയേക്കും ഗൈസ്. ഉമ്മാരുടെ റൂമിലൊക്കെ പണി കടക്കണുള്ളൂ. ഉള്ളൊക്കെ നമുക്ക് വെള്ളടിച്ച് കഴിക്കാണ്ട് അതിമക്കൊക്കെ വരുന്നുള്ളൂ. ഗൈസ് നമ്മള് ഫുഡ് ഇവിടെ ഉണ്ടാക്കിയിട്ടില്ലല്ലോ. അപ്പൊ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടാണ്. ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ബിരിയാണി വരുന്നുണ്ട് എന്നാ പറഞ്ഞത്. അപ്പൊ ഞങ്ങൾ അതും കൂടിയും കാത്തിക്കാണ്. പൈച്ചിട്ട് കാണാൻ പറ്റുക. വൈകുന്നേരം നമ്മള് കഞ്ഞി കുടിച്ചേ അല്ലേ? വൈകുന്നേരം ഞങ്ങള് കുറച്ച് കഞ്ഞി കുടിച്ചു. അതാണ് ആകെല്ല സമ്പാദ്യം. എന്തായാലും ഗൈസ് ഇനി വെയിറ്റ് ചെയ്യാലമ്മ. ഓക്കെ കൊയങ്ങിക്കണ് ചത്തുക്കണൊക്കെ വരുന്നു നോമ്പ് പണിയായിട്ട്. പുറത്തത്തെ അവസ്ഥകളൊന്നും നോക്കി നോക്കിയാ പുറത്ത് വലിച്ചിട്ടിക്കണ സാധനങ്ങൾ നോക്കി നോക്കിയാ ഇതൊക്കെ അടുക്കളയിലും ഷോറൂമിലൊക്കെ ആയിട്ടുള്ള സാധനങ്ങളാണ്. ഇതൊക്കെ പുറത്തല്ലേ. എവിടൊക്കെ ഇത് ഉണ്ടായിനല്ലേ? ഒരു വെത്തും പിടിയും കിട്ടണില്ല. നമുക്ക് നോക്കാം. ഇനി എന്താ ഓരോന്നീച്ച കുറച്ച് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ വെക്കല്ലോ. പക്ഷെ ഇവിടെ അങ്ങനെ പാത്രങ്ങളേ ഉള്ളു കാണാന്. പെരിയിൽ ഇവിടെ ബല പരാതി പാത്രങ്ങളില്ലാതും അല്ലേ? ഇഷ്ടംപോലെ ഉണ്ട് വലിച്ചു വെക്കാൻ. ഒക്കെ ഓരോന്നോ സൈഡിൽ നിന്ന് ഇങ്ങനെ ആക്കട്ടെ ഗൈസ്. ഗ്യാസ് കുറ്റി എടുത്തേക്കണം, നമുക്ക് നോക്കട്ടെ. ടൈം പോയത് അറിയണല്ലോ കേട്ടോ. കാരണം പണിന്റെ ഉക്കൊണ്ടേ ഇരുട്ടൊക്കെ ആയി വരുന്നുണ്ട്. വരുന്നുണ്ടെന്നല്ല ആയില്ലേ? വാങ്ങ കൊടുത്തു. 8 മണിയായില്ലേ? പടച്ചമ്പുരാനെ പണിയാൾ ഇഞ്ഞു കിടക്കണുള്ളൂ ഗൈസ്. ഞങ്ങളിപ്പോ അടുക്കളയത്ത് ഈ ഭാഗങ്ങള് അതായത് മസാലയും കാര്യങ്ങളൊക്കെ ഈ റാക്ക് സെറ്റപ്പ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ടില്ല, ഇനി ഇവിടെയൊക്കെ ഇതാക്കാനുണ്ട്. കാരണം ഇവിടെ എന്തെങ്കിലും ഇവിടെ ഒരു പലകൊക്കെ വെച്ചില്ലേ അല്ലേ? അപ്പൊ ആക്കെ ഇനി സെറ്റ് ചെയ്യാനുണ്ട്. ഇന്ന് രാത്രി തന്നെ നമുക്ക് ആക്കാം. അഡ്ജസ്റ്റ്മെന്റിലൊക്കെ നമുക്ക് കൊണ്ടുപോവാ അല്ലേ? അത്രേ ഉള്ളൂ. അത് നമുക്ക് നോക്കാം. കാത്തു നിന്ന മൈക്ക് ഞങ്ങളെ ഫുഡ് എത്തിയിരിക്കുന്നു അല്ലേ മമ്മ? ബിരിയാണി എത്തി. ഇനി പണികൾ ഇതാക്കണ കഴിഞ്ഞിട്ടില്ല. ഉമ്മ കയറ്റി വെക്കല് തുടങ്ങിയിട്ടുള്ളൂ. അതേ വൈകിട്ടാണ് ഞങ്ങൾ കൊറേ എടുത്തോണ്ടിരിക്കാണ്, നടന്നുകൊണ്ടിരിക്കാണല്ലേ. ഫുഡ് ഇപ്പൊ ഇവിടെ അല്ലേ? ബാക്കിയുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ ഇനി നടക്കട്ടെ. പണി ഇങ്ങോണ്ട് ഇതൊക്കെ ഒന്ന് തീർത്തിട്ട് കുറച്ചെങ്കിലും ഒന്ന് തീർത്തിട്ട് വേണം നമുക്ക് ഫുഡ് കഴിക്കാന്. കഴിച്ചിട്ടൊരു പരിവായിക്കണ്. ഞങ്ങൾക്ക് കാട്ടി തരാം. ഇപ്പൊ ബിരിയാണി വന്നാണ് കുറച്ച് നേരം കൂടിയും പണിയെടുത്ത് ഇനിയിപ്പോ അതാക്കണ്. ഞങ്ങള് ഫുഡ് കഴിക്കാൻ വേണ്ടി നിക്കാണ്. ഓരോന്നേരൊക്കെ കോലം നോക്കിയാ പണി ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇല്ല അപ്പൊ പറഞ്ഞു ഇനി നമുക്ക് കുറച്ച് സാധനങ്ങൾ എടുത്തു വെക്കാൻ മാത്രമേ ഉള്ളൂ. അത് എടുത്തു കഴിഞ്ഞിട്ട് നിലത്തത്തെ വെള്ളം പാലിലും തുടക്കലൊക്കെ നാളെ രാവിലെ ഒരു 7 മണിക്കൊക്കെ നീച്ചിട്ട് നമുക്ക് ചെയ്യാന്നാണ് നമ്മളിപ്പോ വിചാരിക്കണത്. പിന്നെ നാളെ കഴിച്ച് നമുക്ക് കുറെ സാധനങ്ങൾ തിരുമ്പാനൊക്കെ ഉണ്ട്. പിന്നെ മറ്റേ ടേബിള് ആ കാര്യങ്ങളൊക്കെ എത്തിയിട്ട് നമുക്ക് വണ്ടിമ വെച്ചിട്ട് നമുക്ക് പൊയ്യി കൊണ്ടുപോകണമെന്നൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് നാളെ രാവിലെ ഒരു വൈകുന്നേരം എത്തുള്ളൂ കഴിച്ച്. വൈകുന്നേരെങ്കിലും എത്തിയാ മതി അമ്മ. ചത്തുക്കണ നോക്കിയാ എന്താ നാരങ്ങ സോഡ? എന്താണോ മമ്മയുടെ മമ്മ വരി വെള്ളം എടുക്കാൻ പോയിട്ട് മമ്മാനെ കാണാല്ല. കൊഴങ്ങി മമ്മാന്റെ ഒക്കെ മോന്തൊക്കെ നോക്കിയാ തല്ലാല്ല ദേശീയ മോണ്ടനെ.
അച്ഛാ മാറോ കൊങ്ങിക്കണ കേസ് അമ്മാതിരി പണിയാണ് ഇന്ന് അല്ലേ? അല്ല മമ്മ ഇരിക്കി ഇങ്ങോട്ട് ഇരുന്നോളി അങ്ങോട്ട് ഇരിക്കി. ബിരിയാണി ഓർഡർ ചെയ്തിരിക്കാണ്. എന്നാ ഇനി കഴിക്കാല്ലേ? കാലൊന്നും വെജ് ഗൈസ്. കയ്യിലും കച്ചൊക്കെ ഫുള്ള് വേനയാണ്. ഫുഡ് കഴിക്കാം. ഈ ഗൈസ് നമ്മള് ഫുഡ് കഴിഞ്ഞിട്ട് ഇനി നാളെ അല്ലേ കാണുള്ളൂ. അതെ സ്പൂണ് വേണ്ട, ഒന്നായിട്ട് സ്പൂണൊക്കെ എവിടെയാണാവോ? സ്പൂണില്ല, കയ്യിലില്ല, ഗ്യാസ് ഇല്ല, അടുപ്പില്ല, ഒരു സാധനമില്ല ഗൈസ്. എല്ലാം മുറ്റത്താണ്. നമ്മക്കിവിടെ ധൈര്യമായിട്ട് ഇടാം. കാരണം ഇവിടുന്ന് ആരും പുറത്തേക്ക് കൊണ്ടുപോകാനൊന്നും ഒന്നുമില്ല. അതുകൊണ്ട് കുഴപ്പമില്ല. ബെഡ് വരെ ഗൈസ് പുറത്താണ്. ബെഡ് കൊടുത്തു തോട്ടത്താണൊക്കെ, എല്ലാം തോട്ടത്താണ്. ഇയാളെ ജന്തുക്കള് കയറിക്കണ വഞ്ഞി. അത് ഇനി കൊണ്ടുവന്ന് കഴിച്ച് ഇവിടെ ഇടണം, കടക്കണം. ഇനി നാളെ രാവിലെ ആയിട്ടാണ് കഴിച്ച് നമ്മളെ പണി തുടങ്ങണത്. ഇനി രാവിലെ നീച്ചിട്ടാണ് കാണാല്ലേ? ഇനിയിപ്പോ കഴിച്ച് നമുക്ക് നാളെ രാവിലെ നീച്ചിട്ട് കാണാം. അതെ, നേരെ ഇങ്ങനെ രാവിലെ ആയി. ഏകദേശം ഒരു 9:30-10 മണി ടൈമായി. ഞങ്ങള് ഇവിടെ ഇതാക്കണം, ഇനി വള്ളടിച്ചൽ പരിപാടി തുടങ്ങണം. അതായത് പെരന്റെ ഉൾഭാഗം നമ്മൾ ആകെ വള്ളടിച്ചിട്ട്, ഉൾഭാഗം പറയുമ്പോ അടി മൊത്തം വള്ളടിച്ചിട്ട് തോത്താല പരിപാടിയിലാണ്. പൈപ്പ് നമ്മൾ ഉള്ളിക്കൊണ്ടിരിക്കണ് അല്ലേ? ബാക്കിയുള്ള പരിപാടിയൊക്കെ കഴിച്ചില്ലേ? കയറ്റിവെക്കലൊക്കെ സാധനങ്ങളൊക്കെ കുറച്ച് ഡ്രസ്സിന്റെ സാധനങ്ങളൊക്കെ കുറച്ച് കയറ്റി വെച്ചിട്ടുണ്ട്. ഇനി തിരുമ്പാല സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനുണ്ട്. അതേപോലെ അത് മാറ്റി വെച്ചിട്ടുണ്ട്. പാത്രങ്ങളൊക്കെ അതേപോലെ പുറത്തേക്കൊക്കെ മാറ്റി വെച്ച് ഇവിടുന്ന് കുറേ ഒക്കെ എടുത്ത് അടുക്കളയ്ക്ക് എടുത്ത് വെച്ചു കണ്ടോ. അവിടെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ റാക്കിന്റെ മുകളിൽ കുറച്ച് സാധനങ്ങൾ വെച്ചു. ഇതിൻ്റെ ഉൾക്കും കുറച്ച് സാധനങ്ങൾ വെച്ചു. ഇനിയുള്ളത് മോറല്ല പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് കൊണ്ടുപോകാനാണ്. പോയിക്ക് അമ്മ പോയി മോട്ടർ ഇട്ടോന്നാ. എവിടെ താഴെ ഇമ്മമ്മ ആക്കണം. ഇവിടെ ഇത് അരച്ചോണ്ട് നിക്കണം. കാരണം ഇതുമ്പോ കൊറേ ചളി ഉണ്ടല്ലോ. അത് അരച്ചാണ് പുറത്തേക്ക് ആയിക്കൊണ്ട് നിക്കണ്ട്. ഈ സ്പോണ്ടനാക്കണോടെ പെയിന്റ് അടിച്ചാണ്ട് ഇത്ര ആക്കി വെച്ചിക്കണ്. പെയിന്റ് പിന്നെ പോയി വാങ്ങിക്കൊണ്ടോ? അപ്പൊ അവിടെ നമ്മളെ കട്ടില് വരുമല്ലോ. അപ്പൊ അവിടെ വേണ്ട, കഴിഞ്ഞോ? 2 സ്പ്രേ കുപ്പി എന്താവാ ഞാൻ അവിടെ വെക്കുമ്പോ എന്നാ വേഗം മോട്ടർ ഇടുക ഒരാള്. ആകെ ഇങ്ങനെ ചിന്തണം താഴത്ത് കൂടെ കേട്ടോ. ആളം പേരുണ്ട്. അങ്ങനെ അടിച്ചോളി. നല്ലോണം പീസ് അടിച്ചോളി. ഗ്യാസും കുറ്റിമ്മക്ക് അങ്ങോട്ട് മോൾക്കാവണ്ട. വെള്ളമൊക്കെ നല്ലോണം എത്തട്ടെ. സോപ്പും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ചാടി കളിച്ചടാ. ആണോ? എന്നാ ചാടി കളിച്ചാ. അയിമക്കൂടെ വെള്ളമൊക്കെ ആക്കിയതല്ലേ? അയിമക്ക അങ്ങനെ വല്ലാക്കണം. അതിന്റെ ഉള്ളിൽ വെള്ളയ സ്മെല്ല് വരും. ഗ്യാസ് കുറ്റിമ്മക്ക് വെള്ളമായ പ്രശ്നമല്ലേ? മുകളിൽ സാധനങ്ങളുണ്ട്. അയിമക്ക് വെള്ളമാവാൻ നോക്കിട്ടോ. അവിടെ കടിച്ചോളി. അവിടെ നല്ലോണം അങ്ങനെ ആക്കിയാണ് കഴിച്ചോളി. അതൊന്നും പറയാൻ പറ്റൂല. ഉമ്മാന്റെ റൂമൊക്കെ കയറുന്നു. ഉമ്മമാന്റെ റൂമാണ്. ഇല്ല കട്ടിലെ അടിഭാഗമൊക്കെ നനയുള്ളൂ. പേടിച്ചണ്ട. ഫുള്ള് സോപ്പും പതിയിലുണ്ടാക്കിയിട്ട് ഞാൻ അടുത്ത് എന്റെ റൂമാ. മോട്ടന്റെ റൂമില് ഹോളില്ലേ? പുറത്തു പോലെ ഹോളുണ്ട് ഗൈസ്. ഹോളുണ്ട് നമുക്ക്. ഇതാക്കണ്. ഇതാണ് ഹോള്. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. വെള്ളം പുറത്തേക്ക് പോയിക്കോളും ഏറെക്കുറെ. ഈ കത്തിലുമ്മക്കൂടെ വെള്ളം ഇതുമ്മ ഇറങ്ങിയൊന്നും ആവാൻ നോക്കണം. അതൊന്നും സീനില്ല. പിന്നെ ഇവിടെ ഉണ്ട് ഒരു ഗൈസ് ഹോള്. ആ ഹോളിൽ കൂടെ നമ്മൾ പൈപ്പ് എടുത്തിക്കണേ. ആ ഗൈസ് ഇമ്മ ആക്കിനോടപ്പത്തിന് സോപ്പൊക്കെ ആക്കിയാണ്ട് സോപ്പും പൊടി ആക്കിയാണ്ട് ഒരച്ച് കേക്കാട്ടോ. ഇങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണത്. അയ്യവാ ഇത്രക്കും ചളിയൊക്കെ ഇതിലുണ്ടായില്ലേ? നോമ്പും പണി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എടുക്കണം ഗൈസ്. എന്നാലും അതിന്റെ ഒരു വൃത്തി ഉണ്ടാവുള്ളൂ അല്ലേ അമ്മ? ഒരച്ച് തേച്ചടിച്ച് കേൾക്കണം. പക്ഷെ ഇതിനുള്ളത്തെ സാധനങ്ങൾ കൊണ്ടാണ് നമുക്ക് ആകെ ബുദ്ധിമുട്ടിയത്. ഇത് നോക്കടാ. ഇത് നോക്ക്. ഇങ്ങനെ ഒരച്ച് കേക്ക് കഴിഞ്ഞാൽ സെറ്റാണ്. ഏതായാലും നല്ല മുന്നിട്ടായി. ഒരച്ചാണ് കേക്ക് കഴിഞ്ഞാണ്ടല്ലോ പണിയുടെ എളുപ്പമായി.
ഞാൻ എന്തോ ഒരു പണി കഴിയുമ്പോ നമ്മളത് മാറുന്നു ആ റൂമൊക്കെ തുറക്കട്ടെ. ഈ റൂമും വെള്ളം കയറ്റാൻ പറ്റാത്ത ആ ഓക്കെ ഓക്കെ ഓക്കെ. നമ്മൾ സോപ്പും പതി ഇതൊക്കെ തേച്ചിട്ട് അങ്ങനെ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു. കണ്ടോ ഇവിടെ എല്ലാ റൂമും നമ്മൾ ആക്കിക്കും കേട്ടോ. തുടക്കാൻ പറ്റുന്ന റൂം തുടച്ചിട്ടും ആക്കി. അല്ലാത്തൊക്കെ ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ ഇങ്ങനെ അടിച്ചിട്ട് ചൂലുകൊണ്ട് അടിച്ചിട്ടും മറ്റേ വടിച്ചണ സാധനമല്ല അതുകൊണ്ടൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ ആക്കി വെച്ചിരിക്കണേ. ഇതാക്കണേ ഇവിടെ എല്ലാ റൂമും ഉമ്മമാരുടെ റൂമാണെന്നുണ്ടെങ്കിലും അടുക്കളയാണെന്നുണ്ടെങ്കിലും ഇതാണെന്നുണ്ടെങ്കിലും ഇതൊക്കെ തുടച്ചിക്കുക കേട്ടോ. അങ്ങനെ ചെയ്തിക്കണ്. ഇനി ആ പൈപ്പ് എടുത്തോളി. ഓനവിടെ മോട്ടർ ഓണാക്കാൻ വേണ്ടി പോയിക്കണം. മോട്ടം ഓണാക്കിയോ? ആ എന്നാ ഇതെടുത്തോണ്ട് ഒരാൾ അടുക്കളയ്ക്ക് ചെല്ലി. ഒറ്റ തമ്പുരാനേ, നല്ല ആൾക്കാരാ. എന്നാ വരി 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 അത് അടിച്ചോളൂ. അവിടുന്ന് ഉള്ളിൽ നിന്ന് അടിച്ചോളൂ കേട്ടോ. അത്ര വലിയുള്ളൂ. ഇനി വലിയോ? ആണോ? അങ്ങനെ ഉണ്ട്. ക്ലിയർ ആക്കിയാണ് എടുക്കുക. ഇതേപോലെ വീതന കണ്ടാ വീതന ഇങ്ങോട്ടാക്കൂല. ഇങ്ങോട്ടാക്കൂല. ആണോ? വാതിലൊക്കെ ഒന്ന് കേൾക്കണ്ടേ? വാതിലൊക്കെ അടിച്ച് ചെയ്യുകയാണ് കേസ്. ഇനി ഈ വെള്ളം കൊണ്ട് നമുക്ക് അങ്ങനെ പോവാം. പഠിച്ച വെള്ളം കൊണ്ടല്ലേ? നല്ലോണം വെള്ളം മുറ്റം തിണ്ട് മൗണ്ടന്റെ റൂം ഉണ്ടല്ലോ അതേപോലെ. അവിടെ കട്ടിന്റെ അവിടെ നമ്മളെ പരിപാടി വെള്ളമൊക്കെ പഠിച്ചെടുത്താണ് കളയലാണ്. അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ പരിപാടി കഴിഞ്ഞു. എടാ അതിനെ നനക്കണ്ടടാ, പാവണ്ടത് ചാടി കേറി നമുക്ക്. എവിടെയാ വന്ന് വിട്ടെന്ന് വിചാരിച്ചേ. ഇതാക്കല്ലേ ആ മുറ്റൊക്കെ അല്ലേ, മുറ്റൊക്കെ നല്ല അതേമാതിരി അടിച്ച് ഇതായിക്കളി. നമ്മൾ ബാക്കി പണിയും കൂടി എടുക്കട്ടെ. എന്നിട്ട് കഴിഞ്ഞിട്ടില്ല ലുക്ക് നമുക്ക് എന്താണെന്ന് നോക്കാം. ഇല്ലേടാ, പഠിച്ചെടുത്തിട്ട് നമുക്ക് എങ്ങനെയുണ്ട് നോക്കാം. അപ്പൊ ഞങ്ങൾ പണി തുടങ്ങട്ടെ.